എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു PK പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. പൈൽ 1 ക്ലിയർ ക്വാർട്സ് ആണ്, പൈൽ 2 വൈറ്റ് ആഗറ്റ്, പൈൽ 3 റെഡ് ജാസ്പർ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൈൽ തിരഞ്ഞെടുക്കാം. നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് സോഡിയാക് സൈൻ സിമ്പിൾസ് കൂടി വയ്ക്കാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സൈൻ തിരഞ്ഞെടുക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സൈൻ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം തോന്നണമെന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താലും മതി. ഒന്നെങ്കിൽ ക്രിസ്റ്റൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോഡിയാക് സൈൻസ് യൂസ് ചെയ്യാം. പൈൽ നമ്പർ 1 കിട്ടിയിരിക്കുന്നത് സ്കോർപിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ ആൻഡ് ഏരീസ് വേണം. പൈൽ നമ്പർ 2 വൈറ്റ് ആഗറ്റിന് കിട്ടിയിരിക്കുന്നത് ലീബ്ര, ടോറസ്, അക്വേറിയസ് ആൻഡ് ജെമിനി. Pile number 3 Pisces, Virgo, Leo and Cancer. നിങ്ങൾക്ക് നിങ്ങളുടെ സൺ, മൂൺ അല്ലെങ്കിൽ റൈസിംഗ് സൈൻസ് മൂന്നും നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയാക് സൈനായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സോഡിയാക് സൈൻസ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് നോക്കാം. ഒന്നിലധികം പൈൽസ് നിങ്ങൾക്ക് ഡ്രോൺ ചെയ്യുകയാണ്, നിങ്ങൾക്ക് അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളുടെ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് യാത്ര ചെയ്യുന്നുണ്ടോ? ചില ആളുകൾ ചില വിചിത്രമായ സ്വപ്നങ്ങൾ കാണാം. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ വ്യക്തമായ ധാരണ അതിനെപ്പറ്റി ഉണ്ടാവില്ല. എന്തോ ഒരു സ്വപ്നമൊക്കെ കണ്ടല്ലോ എന്നൊരു തോന്നൽ, എന്തോ കാര്യങ്ങളെപ്പറ്റി ഓർക്കുന്നത് പോലെ ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത് പോലെയൊക്കെ ഒരു മൂടൽ മഞ്ഞിൽ ഉള്ള പോലെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വന്നെന്നുമിരിക്കാം. അതൊന്ന് പരിശോധിക്കാം. അതായത് നിങ്ങളുടെ ആസ്ട്രൽ പ്രൊജക്ഷനും ഡ്രീംസും കണക്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിതിലൊരു പൈൽ തിരഞ്ഞെടുത്തോളൂ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത ഏതെങ്കിലും ഒരു പൈൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ഹായ് പൈൽ നമ്പർ 1. അപ്പം നമുക്ക് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ഒരു ടൂറൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണോ, യാത്ര ചെയ്യുകയാണോ, പലയിടത്തുമൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റീഡിംഗ് ആണ്. നിങ്ങൾ ആ ഒരു സെൻസിൽ ഇത് എടുക്കണം. എന്തായാലും സിൻസിയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാവണമെന്നില്ല. കണ്ടു നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഡെത്ത് കാർഡ്. ഇൻട്രസ്റ്റിംഗ്. ആദ്യം തന്നെ ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ചാരിയറ്റ് ആൻഡ് 6 ഓഫ് സോർഡ്സ്. ഓക്കേ, ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഒരു പരിവർത്തനത്തിലൂടെയോ യാത്രയിലൂടെയോ കടന്നു പോകുന്നുണ്ട് എന്നാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെത്ത് കാർഡ് അത് ശരിവെക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് മരണമെന്നൊന്നുമല്ല, മരിച്ച് ശരീരം വിട്ടു പോകുന്നു എന്നൊന്നുമല്ല പറയുന്നത്. ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. പഴയ അവസ്ഥയിൽ നിന്നുള്ള വലിയൊരു മാറ്റത്തെയാണ് ഇത് കാണിക്കുന്നത്. കൂടാതെ ഈ 6 ഓഫ് സോർഡ്സ് കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്നത് ഉറപ്പാണ്. മിക്കവാറും
അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ദൂരെയുള്ള ഏതോ ഒരു ലോകത്ത് പോയി തിരിച്ചു വരുന്നത് പോലെയുള്ള വികാരത്തോടെയാകാം, അല്ലെങ്കിൽ വന്നതുപോലെയുള്ള ഒരു വികാരത്തോടെയാകാം നിങ്ങൾ ഉണരുന്നത്. ഇവിടെ ചാരിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇതും യാത്രയാണ് കാണിക്കുന്നത്. വളരെ ശക്തമായ ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിങ്, സ്വപ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചാരിറ്റ് എന്നാൽ ലക്ഷ്യബോധത്തോടെയുള്ള വേഗതയേറിയ യാത്രകളാണ്. നിങ്ങൾ ഉറക്കത്തിൽ വെറുതെ സ്വപ്നം കാണുകയല്ല. നിങ്ങളുടെ ആത്മാവ് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ ആസ്ട്രൽ തലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ചിലപ്പോൾ പറക്കുന്നത് പോലെയോ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്, അങ്ങനെ കാണുന്ന ആളുകൾ അത് വെറുതെ കാണുന്നതല്ല, ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. അതുപോലെ ഏസ് ഓഫ് കപ്സും 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഈ യാത്രകൾ നിങ്ങളുടെ ആത്മാവിന് വലിയൊരു ഊർജവും സമാധാനവും നൽകുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് കുടുംബത്തെ കൂടി കാണിക്കുന്നതാണ്, പ്രിയപ്പെട്ടവരെ കാണിക്കുന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ ഉത്ഭവസ്ഥാനവുമായുള്ള, അതായത് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി ഉണ്ടല്ലോ, ഡിവൈൻ സോഴ്സ്, അതിലേക്ക് പോയിട്ട് വരുന്നത് പോലെ ഒരു പുനഃസമാഗമത്തെ കാണിക്കുകയാണ്. ഈ ആത്മാവ് എവിടെ നിന്നാണോ വന്നത്, ആ ആത്മാവിന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോയിട്ട് വരികയാണ് എന്നാണ് പറയുന്നത്. വിചിത്രമായ സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഉണരുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമോ പൂർണ്ണതയോ അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമോ നിങ്ങൾക്ക് തോന്നാറുണ്ടാകും. മിക്കവാറും അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ പൂർവികരിൽ നിന്നോ ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗൈഡുകളിൽ നിന്നോ ഒക്കെയുള്ള സ്നേഹവും സന്ദേശങ്ങളും സ്വീകരിക്കാനായിരിക്കും മിക്കവാറും നിങ്ങളുടെ ആത്മാവ് ഈ യാത്രകൾ നടത്തുന്നത്. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഈ ആത്മാവിന്റെ ഒരു സോൾ ഫാമിലിയിലേക്ക് പോയിട്ട് വരികയാണ്. എന്തായാലും ഫയൽ നമ്പർ 1, നിങ്ങൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് തീർച്ചയായും സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന വിചിത്രമായ സ്വപ്നങ്ങൾ വെറും ഭാവനകളല്ല, ആസ്ട്രൽ തലത്തിൽ നിങ്ങളുടെ ആത്മാവ് നടത്തുന്ന യാത്രകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരു പുതിയ ഉണർവിലേക്കും സമാധാനത്തിലേക്കും നിങ്ങളെ നയിക്കാനാണ് ഈ യാത്രകൾ സഹായിക്കുന്നത്. മാത്രമല്ല, ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ, എങ്ങനെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകണം എന്നതിന്റെ ഒരു ഗൈഡൻസിനൊക്കെ ആയിട്ട് വേണ്ടി എന്ന് നമുക്കതിനെ കണക്കാക്കാം. എന്തായാലും ഇതൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും ഈ ആത്മാവ്, ഫയൽ 1ന്റെ ആത്മാവ് രാത്രി സഞ്ചരിച്ച് തിരികെ വരുമ്പോൾ അവരുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ലഭിക്കുന്ന പ്രധാന മെസ്സേജ് എന്താണ്? Strength, 4 of Wands, 3 of Wands, Seven of Pentacles, King of Swords and Queen of Cups. ഈ ക്രിസ്റ്റലും സോഡിയാക് സയൻസും സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം കൂടി കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ യാത്രകളിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിനും ആത്മാവിനും ലഭിക്കുന്ന പ്രധാന സന്ദേശം എന്താണ് എന്നതാണ്. ഇവിടെ സ്ട്രെങ്ത് കാർഡും അതുപോലെ കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ആന്തരിക കരുത്തും ഭയത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആന്തരിക കരുത്ത് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തനാണ് നിങ്ങളുടെ ആത്മാവ്. ഭയങ്ങളെ മാറ്റിവെച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ നിങ്ങളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രകൾ. പലപ്പോഴും ഈ ആസ്ട്രൽ യാത്രകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമോ വിചിത്രമായ അനുഭവങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ
അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ആന്തരിക കരുത്ത് നിങ്ങൾക്കുണ്ടെന്ന് ഈ യാത്രകൾ ഓർമ്മിപ്പിക്കുന്നു. കിങ് ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ വ്യക്തതയോടെയും യുക്തിയോടെയും നയിക്കാൻ നിങ്ങൾ പഠിക്കണമെന്നാണ്. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾ പൂർണ്ണ സുരക്ഷിതനാണെന്ന് ഈ കാർഡുകൾ പറയുന്നുണ്ട്. അതുപോലെ 3 ഓഫ് വാൺസും 4 ഓഫ് വാൺസും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സൂചിപ്പിക്കുന്നത്, ഈ രണ്ട് കാർഡുകളും ഒരുമിച്ച് വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ്. 3 ഓഫ് വാൺസ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് പുതിയ ചക്രവാളങ്ങൾ തേടിപ്പോകുന്നതാണെന്നാണ്. ആ യാത്രകൾ ഒന്നും വെറുതെ അല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, സമാധാനം, അതുപോലെ ഒരു സുരക്ഷിതമായ ഒരു അടിത്തറ, അതായത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ വീട്, കുടുംബം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ എന്നിവ കൊണ്ടുവരാൻ ഈ ആസ്ട്രൽ എനർജി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ പ്രയത്നങ്ങൾ ഉചിതമായ സമയത്ത് ഫലം തരുമെന്നാണ് ഈ 7 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കാനും നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ചെയ്ത അധ്വാനത്തിന്, നിങ്ങൾ വിതച്ച വിത്തുകൾക്ക് വളരാൻ സമയമെടുക്കും. അതിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും അവബോധവും ഉണർത്താനും നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ഹീൽ ചെയ്യാനുമുള്ള ഒരു സന്ദേശമാണ് ഈ രാത്രികാല യാത്രകൾക്ക്, അല്ലെങ്കിൽ ആ യാത്രകൾ വഴി നിങ്ങളുടെ ആത്മാവ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആത്മാവ് ഈ യാത്രകളിലൂടെ നിങ്ങളോട് പറയുന്നത്, ധൈര്യമായിരിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ നടന്നെടുക്കുകയാണ് എന്നാണ്. അതിനായി നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി വെക്കുക, നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. നമുക്കൊരു ചോദ്യം കൂടി ചോദിച്ചില്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി കിട്ടില്ല. അതായത് എന്ത് തന്നെയായാലും അവർ ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയേണ്ടത് അവരാരെയാണ് രാത്രി ഈ യാത്രകളിലൂടെ മീറ്റ് ചെയ്യുന്നത്. 3 ഓഫ് സോർട്സ് ആണല്ലോ വന്നിരിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസ്, ഹാങ്ഡ് മാൻ, സ്റ്റാർ. ഇത് സൂചിപ്പിക്കുന്നത് ഈ 3 ഓഫ് സോർട്സ് വന്നതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളെ ഭൂതകാലത്തിൽ വേദനിപ്പിച്ച ആത്മാക്കളെയോ അല്ലെങ്കിൽ നിങ്ങളെ വേർപിരിഞ്ഞു പോയ, കടുത്ത ദുഃഖം നിങ്ങളിൽ നൽകിക്കൊണ്ട് നിങ്ങളെ വേർപിരിഞ്ഞു പോയ ഏതെങ്കിലും ആത്മാക്കളെയോ വേർപിരിഞ്ഞു പോയവരെയോ സന്ദർശിക്കുകയാണ് എന്ന സൂചനയാണിത് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങളെ മാനസികമായി തളർത്തിയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആളുകളുടെ ആത്മാക്കളെ നിങ്ങൾ ആസ്ട്രൽ തലത്തിൽ സന്ദർശിക്കുന്നുണ്ടാകാം എന്നാണ് ഇത് പറയുന്നത്. 3 ഓഫ് സോർട്സ് വരുന്നത് ഹൃദയവേദനയെയും നഷ്ടങ്ങളെയും കാണിക്കാനാണ്. ഇവിടെ ഹാൻഡ് മാൻ വന്നിരിക്കുന്നത് മറ്റൊരു വീക്ഷണകോണിൽ നിന്നുള്ള ആത്മീയ സമർപ്പണത്തെയാണ്. അതായത് ഈ ജീവിതത്തിലോ മുൻ ജന്മങ്ങളിലോ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ പൂർണ്ണമാകാത്ത ചില കാർമിക് ടൈസ് ഉണ്ടാവും, ചില കർമ്മ ബന്ധങ്ങൾ അവശേഷിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള അത് ബാക്കി വെച്ചിട്ടുള്ള ആത്മാക്കളെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഭൗതികമായി അവർ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പക്ഷേ ആത്മാവിന്റെ തലത്തിൽ നിങ്ങൾ അവരുമായി സംസാരിക്കാനോ ആ ബന്ധം പൂർണ്ണമാക്കാനോ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും മരണപ്പെട്ടു പോകാതെ നിലവിൽ നിങ്ങളുടെ ശത്രുക്കളായി നിൽക്കുന്ന മുൻജന്മത്തിൽ നിന്നുള്ള എന്തെങ്കിലും കർമ്മബന്ധം ഉള്ള ആളുകളായിരിക്കാം, കർമ്മബന്ധം നിലനിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതായിരിക്കാം ഈ ശത്രുത ഇന്ന് നിങ്ങളും അവരും തമ്മിൽ ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ അത് ലൈവായിട്ട് പോകുന്നതിനൊക്കെ കാരണം. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാത്രി ഒരു സംഭാഷണം നടക്കുന്നുണ്ടാകാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് ഒരു ടീം വർക്കിന്റെ കാർഡാണ്. ആസ്ട്രൽ ലോകത്ത് നിങ്ങളുടെ ആത്മാവിനെ നയിക്കാനും പഠിപ്പിക്കാനും പുതിയ ആത്മീയ പാഠങ്ങൾ പറഞ്ഞു തരാനും ഒരു കൂട്ടം ഉയർന്ന ആത്മാക്കൾ, അതായത് നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ക്ലാസ് റൂമിൽ എന്ന പോലെ നിങ്ങളുടെ ആത്മാവ് അവിടെ പലതും പഠിച്ചെടുക്കുന്നുമുണ്ട് എന്നതാണ് ഇത് നൽകുന്ന സൂചന. സ്റ്റാർ കാർഡ് കാണിക്കുന്നത് ഹീലിംഗിന്റെ, അതായത് നിങ്ങളുടെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന ഉന്നത ശക്തികളെ നിങ്ങൾ കാണുന്നു എന്നതാണ്.
മാലാഖമാർ പോലെയുള്ള എനർജിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സ്റ്റാർ എന്നത് പ്രത്യാശയുടെയും ഹീലിംഗിന്റെയും മനോഹരമായ ഒരു എനർജിയാണ്. ഈ യാത്രകളിൽ നിങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ മുറിവുകൾ ഉണക്കുന്ന മാലാഖമാരെയോ അല്ലെങ്കിൽ ഒരു ദിവ്യ ഊർജത്തെയോ ഒക്കെയാണ്. പകൽ സമയങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും സങ്കടങ്ങളും രാത്രിയിലെ ഈ യാത്രകളിൽ സ്റ്റാറിന്റെ എനർജിയിലൂടെ നിങ്ങൾ കഴുകി തുടച്ചു മാറ്റുന്നു എന്നതാണ്. ഈ യാത്രകൾ നിങ്ങളെ വേദനിപ്പിച്ച ഭൂതകാല ബന്ധങ്ങളുടെ ആത്മാക്കളെ കണ്ട് ആ കർമ്മങ്ങൾ തീർക്കാനും ഒപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളുമായി ചേർന്ന് നിങ്ങളുടെ ആത്മാവിന്റെ മുറിവുകൾ ഉണക്കാനും വേണ്ടിയാണ് നിങ്ങളുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാത്രികാല യാത്രകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ, ഇപ്പോഴത്തെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കർമ്മബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ അവർ നടത്തുന്നു, പല പാഠങ്ങൾ പഠിക്കുന്നു, മുറിവുകൾ ഉണക്കുന്നു, നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു, നിങ്ങളെ ശക്തമാക്കുന്നു എന്നൊക്കെ ഇതിൽ നമ്മൾ കണ്ടു. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് ബാധിക്കുന്നത്? 5 of Wands, 7 of Wands, Empress, Wheel of Fortune, 9 of Swords, Knight of Pentacles. ചില ദിവസങ്ങളിൽ ഉണരുമ്പോൾ അനാവശ്യമായ ചിന്തകളും കഠിനമായ മാനസിക സമ്മർദ്ദവും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. 9 of Swords കാണിക്കുന്നത് ഉറക്കമില്ലായ്മയെയും അമിതമായ ചിന്തകളെയുമാണ്. 5 of Wands കൂടി വരുമ്പോൾ രാത്രിയിൽ ആത്മാവ് നടത്തുന്ന കഠിനമായ യാത്രകൾ കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ഒരു ആന്തരിക സംഘർഷമോ അല്ലെങ്കിൽ ശാരീരികമായ നല്ല ക്ഷീണമോ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്നതാണ്. വിചിത്രമായ സ്വപ്നങ്ങൾ കാരണം ചിലപ്പോൾ ഭയത്തോടെ ആകാം ചില ദിവസങ്ങളിൽ നിങ്ങൾ ഉണരുന്നത്. നിങ്ങൾക്കൊരു സൗഖ്യം നൽകുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ ഗുണത്തിനാണ് ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു കഷ്ടപ്പാടും ക്ഷീണവും വിഷമവും ഒക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത്? അത് ജീവിതത്തിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളെ ധീരമായി നേരിടാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 7 of Wandsഉം വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യ പരീക്ഷണത്തെ അല്ലെങ്കിൽ വിധിയുടെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ മാറ്റങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും നെഗറ്റീവ് എനർജികളോട് പോരാടി ജയിക്കാനുമുള്ള ഒരു ആന്തരിക കരുത്ത് രാത്രിയിലെ ആസ്ട്രൽ അനുഭവങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുന്നുണ്ട്. എംപ്രസ് കാർഡും നൈറ്റ് ഓഫ് പെന്റക്കിൾസും ചേർന്ന് നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയും അവബോധവും വളർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോലിയിൽ ഒരു സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടും ഇതുവഴി നിങ്ങൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഒരു മനോഹരമായ കാര്യം. അതായത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു എന്നതിനപ്പുറം എംപ്രസ് കാർഡ് വരുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. രാത്രിയിലെ യാത്രകൾ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് എനർജിയെയും ഐശ്വര്യത്തെയും ഒക്കെ എന്തായാലും ഉണർത്തുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഈ അനുഭവങ്ങൾ നിങ്ങളെ ഒരു ഡേ ഡ്രീമർ ആക്കി മാറ്റുകയല്ല, മറിച്ച് നിങ്ങളുടെ ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും വളരെ പക്വതയോടെയും പ്രായോഗികമായും മുന്നേറാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന. അപ്പോൾ നമുക്ക് ഈ ആസ്ട്രൽ എനർജിയെയും വിചിത്രമായ ഈ അനുഭവങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ നിങ്ങൾ എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കണമെന്ന് നിങ്ങളുടെ ആത്മാവിനോട് ആ രഹസ്യം നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവ് നൽകുന്ന അന്തിമമായ നിർദ്ദേശം? 2 കാർഡുകൾ വന്നിട്ടുണ്ട്, ഇൻറ്റ്യൂഷൻ ആൻഡ് കെമിസ്ട്രി. ഇൻറ്റ്യൂഷൻ വന്നതുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ എനർജി. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു എനർജി നമുക്ക് അലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അറിവിലേക്ക്, നിങ്ങളുടെ ഇന്നർ നോയിങ്ങിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അവബോധത്തെയും ടെലിപ്പതിയെയും വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുക എന്നാണ് പറയുന്നത്. ഈ യാത്രകൾ നിങ്ങളെ ഒരു മികച്ച എംപാത്ത് അല്ലെങ്കിൽ ടെലിപ്പതിക്ക് കഴിവുള്ള ഒരാളാക്കി മാറ്റുകയാണ്. ഉറക്കത്തിൽ മാത്രമല്ല, പകൽ സമയങ്ങളിൽ പോലും ആരെ പറ്റിയെങ്കിലും ചിന്തിക്കുമ്പോൾ അവർ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയോ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഈ ഇന്നർ നോയിങ് അല്ലെങ്കിൽ അവബോധത്തെ സംശയിക്കാതെ പൂർണ്ണമായി വിശ്വസിക്കാനാണ് പറയുന്നത്.
നിങ്ങളുടെ പാഷനിലേക്ക് ഈ ഊർജം തിരിച്ചുവിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആസ്ട്രൽ അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന ഊർജത്തെയും സ്പാർക്കിനെയും നിങ്ങളുടെ ജീവിതത്തിലെ പാഷനിലേക്ക് മാറ്റിയെടുക്കുക. കെമിസ്ട്രി എന്ന കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന്റെ ഈ ഒരു സ്പാർക്കിനെയാണ്. വിചിത്രമായ രാത്രികാല സ്വപ്നങ്ങളെയോ അല്ലെങ്കിൽ സഞ്ചാരങ്ങളെയോ ഓർത്ത് നിങ്ങൾ ഈ റീഡിംഗ് കേട്ടിട്ടോ അല്ലാതെയോ ഭയപ്പെടുന്നതിന് പകരം അതിലൂടെ ലഭിക്കുന്ന തീവ്രമായ എനർജിയെ നിങ്ങളുടെ ജീവിതത്തിലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജോലികളിലേക്കോ റിലേഷൻഷിപ്പുകളിലേക്കോ ഒക്കെ വഴിതിരിച്ചു വിടുക. ആ എനർജി നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉന്മേഷം നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പൈൽ നമ്പർ 1, നിങ്ങളുടെ ആത്മാവ് രാത്രിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല. നിങ്ങൾ രാത്രിയിൽ കാണുന്ന അങ്ങനെയുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ അവബോധം നിങ്ങളിലേക്ക് അവശേഷിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, തോന്നലുകൾ ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഭയപ്പെടുത്താനോ വേണ്ടിയല്ല നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും സ്പിരിറ്റ് ഗൈഡ്സും യൂണിവേഴ്സും എല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങളുടെ ആത്മീയമായ കഴിവുകൾ ഉണർത്താനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു കെമിസ്ട്രി കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ്. ഈ മനോഹരമായ യാത്രയെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. മറ്റേതെങ്കിലും ഫയൽസ് റെസനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് പോകാം. ഹായ് ഫയൽ നമ്പർ 2, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈറ്റ് ആഗറ്റ് ക്രിസ്റ്റൽ ആണ്. അതുപോലെ സോഡിയാക് സൈൻസ് ലീബ്ര, അക്വേറിയസ്, ടോറസ് ആൻഡ് ജെമിനി എന്നിവയാണ്. നിങ്ങളുടെ സോഡിയാക് സൈൻ അല്ല ഇത് ക്രിസ്റ്റലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ സോഡിയാക് സൈൻ ആവണമെന്നില്ല. അത് മറ്റുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഫയൽ നമ്പർ 2വിന്റെ ആത്മാവ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ആസ്ട്രൽ ലോകത്ത് പോയി വരുന്നുണ്ടോ, സഞ്ചരിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവ് സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ അതില് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരു തുടക്കക്കാരന്റെ കൗതുകത്തോടെയാണ് നിങ്ങളുടെ ആത്മാവിന്റെ ആ യാത്രകൾ എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഫൂൾ കാർഡ് വന്നിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഭയമൊന്നുമില്ലാതെ പുതിയ ലോകത്തേക്ക് അശ്രദ്ധമായി ചാടി ഇറങ്ങുന്ന ആത്മാവിനെയാണ്. മജീഷ്യൻ കാർഡ് കൂടി ഉള്ളതുകൊണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനുള്ള സ്വാഭാവികമായ ഒരു മാനിഫെസ്റ്റേഷൻ പവർ, ആത്മീയ കഴിവ് ജന്മനാ തന്നെയുള്ള ആളാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾ അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പുതിയ ലോകങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ യാത്രകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചില വിചിത്രമായ ഭയങ്ങളോ നെഗറ്റീവ് എനർജികളോ നിങ്ങളെ അവിടെ തളച്ചിടുന്നുണ്ട് എന്നാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഈ റീഡിംഗ് വിചിത്രമാകുന്നത്. ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ, ഭയം അല്ലെങ്കിൽ ഒരു ലോവർ ഡയമെൻഷനുകളിലെ എനർജികളെയാണ്, ലോവർ ആസ്ട്രൽ പ്ലെയിൻസ്, അതിനെയാണ് കാണിക്കുന്നത്. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങളെയോ മാലാഖമാരെയോ കാണാതെ നിങ്ങൾ ഒരുതരം നിരാശയിലോ ഭയത്തിലോ പെട്ടുപോകുന്ന അവസ്ഥയാണ്. അതായത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ഒരു പുതിയ ആളെന്ന രീതിയിൽ, ഭയമൊന്നുമില്ലാതെ എടുത്തു ചാടി യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് തലത്തിലേക്ക് നിങ്ങളെ അത് കൊണ്ടുപോകുന്നുണ്ട്. ആ യാത്രകൾ നിങ്ങൾ ഭയന്നും പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് കാണാൻ സാധിക്കാതെ, നല്ല അവസരങ്ങൾ കാണാതെ, ഇതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നറിയാതെ നിങ്ങളുടെ ആത്മാവ് ഒരുതരം നിരാശയിലോ ഭയത്തിലോ പെട്ടുപോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ്. ചിലപ്പോൾ ഈ ആസ്ട്രൽ യാത്രകളിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, അതായത് സ്ലീപ്പ് പാരാലിസിസ് അനുഭവപ്പെടുകയോ കരിനിഴലുകളെ പോലെ എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ ചെയ്യാറുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളോ അഡിക്ഷനുകളോ ആണ് ഈ ആസ്ട്രൽ തലത്തിൽ ഈ ഭയങ്ങളായിട്ട് മാറുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയങ്ങളുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുമുണ്ട്. പക്ഷെ അവിടെ നിങ്ങളെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ തളച്ചിടുന്നു. മുന്നിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഭയം കൊണ്ടൊരു മറയൽ, അത് മറച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഭയങ്ങൾ ഉണ്ടെങ്കിലും, സ്നേഹത്തിന്റെ എനർജിയിലൂടെ നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ച് വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു വരുന്നു എന്നും കാണിക്കുന്നുണ്ട്. ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒടുവിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു അംഗീകാരം, അതുപോലെ നൈറ്റ് ഓഫ് കപ്സും കൂടി വന്നിട്ടുണ്ട്. സ്നേഹത്തിന്റെയും സന്ദേശങ്ങളുടെയും ഒരു വക്താവായിട്ട് വരുന്ന ഈ നൈറ്റ് ഓഫ് കപ്സ് എനർജി കൂടി കിട്ടിയിട്ടുള്ളത് കൊണ്ട് എന്തായാലും നിങ്ങളുടെ ആത്മാവ് ആസ്ട്രൽ ലോകത്തെ ഇരുണ്ട വശങ്ങളെയും ഭയങ്ങളെയും ഒക്കെ നേരിട്ട് സ്വന്തം ഒരു ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും അതിനെയെല്ലാം പരാജയപ്പെടുത്തിയാണ് തിരികെ ശരീരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ യാത്രകൾ നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നത്. അങ്ങനെ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നവുമില്ലാത്ത യാത്ര അല്ല ഇത്. തുടക്കത്തിൽ ചില ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഉള്ളിലെ മാന്ത്രികമായ കഴിവുകൾ കൊണ്ടും പോസിറ്റീവ് എനർജി കൊണ്ടും നിങ്ങൾ ആ ഭയത്തെയെല്ലാം മറികടന്ന് വിജയം അങ്ങനെ വരിക്കുന്നുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇതൊരു വലിയ ആത്മീയ യുദ്ധം ജയിക്കുന്നത് പോലെയാണ്. എന്തായാലും ഒരു അധികം നാളായിട്ടുണ്ടാവില്ല ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് നിങ്ങളുടെ ആത്മാവ്. ഞാൻ ആ ഒരു എനർജിയെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആസ്ട്രൽ യാത്രകളിൽ അവർക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശം, അതായത് നിങ്ങളുടെ ആത്മാവിന് ലഭിക്കുന്ന പ്രധാന സന്ദേശം എന്താണെന്ന് നോക്കാം. നമുക്ക് ജമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ചാരിയറ്റ്, 10 of cups ആൻഡ് പേജ് ഓഫ് കപ്സ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ജമ്പേഴ്സ് കാണിക്കുന്നത് ഈ ഡെവിളിന്റെ ആ ഇരുണ്ട ഭയങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആത്മാവ് വളരെ പോസിറ്റീവായ ഒരു സന്ദേശത്തിലേക്ക് എത്തിച്ചേർന്നു. ആ യാത്ര സക്സസ്ഫുൾ ആയിരുന്നു. ഇവിടെ 6 of wands കാണിക്കുന്നത് പോലെ എന്നതാണ്. അതായത് ഭയങ്ങളെ നിയന്ത്രിക്കാനും മുന്നേറാനുമുള്ള ഒരു ആഹ്വാനമാണ് ഇത് നൽകുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഡെവിളിന്റെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ മറികടക്കാൻ ചാരിയറ്റ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ കാർഡിലെ കുതിരകളെ പോലെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെയും ഇരുട്ടിനെയും, പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെയും ഒരുപോലെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ആത്മാവ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഭയമുണ്ട്, എന്നാൽ ഭയപ്പെടാതെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു വൈബുമുണ്ട്. ഭയത്തെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. നിങ്ങൾ വിചാരിച്ചാൽ ഈ ആസ്ട്രൽ യാത്രകളെ വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതാണ്. വൈകാരികമായ ഒരു സമാധാനവും സംരക്ഷണവും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ കാര്യത്തിൽ. അതാണ് ഈ 10 of cups കാണിക്കുന്നത്. 10 of cups എന്തായാലും നിങ്ങൾ സുരക്ഷിതനാണ്, പൂർണ്ണ സുരക്ഷിതനാണെന്നും നിങ്ങളുടെ ആത്മീയ കുടുംബം ഈ യാത്രയിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, കരുതലായിട്ട് ചുറ്റുമുണ്ട് എന്നുമാണ് കാണിക്കുന്നത്. ഇത് വലിയൊരു ആശ്വാസത്തിന്റെ സന്ദേശമാണ്. എന്തായാലും വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആത്യന്തികമായി നിങ്ങളുടെ ആത്മാവ് ലക്ഷ്യമിടുന്നത് വലിയൊരു സന്തോഷവും വൈകാരികമായ സമാധാനവും നിങ്ങളുടെ സോൾ ഫാമിലിയുമായുള്ള കണക്ഷനുമാണ്. ഈ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും ഐക്യവും കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്, പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവാഹകനാണ്. നിങ്ങളുടെ ഉള്ളിലെ കൊച്ചുകുട്ടിയെ പോലെയുള്ള കൗതുകത്തെ നിലനിർത്തിക്കൊണ്ട്, ആ കുട്ടിത്വം നിലനിർത്തിക്കൊണ്ട് പുതിയ ആത്മീയ സന്ദേശങ്ങൾക്കായിട്ട് മനസ്സ് തുറന്നു വെക്കുക, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ആക്റ്റീവായിട്ട് നിർത്തുക, അതിനെ കേൾക്കുക എന്നൊക്കെ ഒരു അർത്ഥം കൂടി ഇതിനുണ്ട്. എന്തായാലും നിങ്ങളുടെ വിചിത്രമായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ചെറിയ ക്ലൂസ് അല്ലെങ്കിൽ മെസ്സേജസ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പെട്ടെന്ന് വളരുകയാണെന്നും ആസ്ട്രൽ തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ സന്ദേശങ്ങളെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും സ്വീകരിക്കണമെന്നും നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ മെസ്സേജസ് നിങ്ങളെ കൃത്യമായ വഴിയിലേക്ക് തന്നെ നയിക്കും. ഈ ആസ്ട്രൽ യാത്രകളിൽ നിങ്ങളുടെ ആത്മാവ് ആരെയാണ് മീറ്റ് ചെയ്യുന്നത്? Ace of Pentacles, Hierophant, 8 of Wands. നിങ്ങളുടെ പരമ്പരാഗത ഗുരുക്കന്മാരെയും പൂർവികരെയും ഒക്കെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ഉയർന്ന
പൂർവികരുണ്ടാവുമല്ലോ, മുതിർന്ന പൂർവികർ, അവരെയൊക്കെ ആയിരിക്കാം എന്നതാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഹയറഫന്റ് കാർഡ് പരമ്പരാഗതമായ അറിവിന്റെയും ആത്മീയതയുടെയും ഒക്കെ കാർഡാണ്. നിങ്ങളുടെ ആത്മാവ് രാത്രിയിൽ യാത്ര ചെയ്യുന്നത് വളരെ ഉയർന്ന ആത്മീയ തലങ്ങളിലേക്കാണ്, ഹയർ റെലംസിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ ആത്മീയ ഗൈഡുകളെയോ നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവിക ശക്തികളെയോ നിങ്ങൾ കാണുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട കൃത്യമായ ധർമ്മത്തെയും അറിവുകളെയും കുറിച്ച് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അതുപോലെ വേഗതയേറിയ കുറെ മെസ്സേജസ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ശരവേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് എന്നതാണ് ഈ 8 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത്. അതായത് ആകാശത്ത് നിന്ന് ഒരുമിച്ച് വരുന്ന അമ്പുകൾ പോലെ വേഗതയേറിയ എനർജിയെയും കമ്മ്യൂണിക്കേഷനെയുമാണ് ഇത് കാണിക്കുന്നത്. ആസ്ട്രൽ ലോകത്ത് വെച്ച് ഈ ഗൈഡുകളിൽ നിന്ന് വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ആത്മാവ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടു, പക്ഷെ ഒന്നും വ്യക്തമായി ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്നത്. കാരണം വളരെ സ്പീഡ് കൂടുതലാണ്, വളരെ വേഗത്തിലാണ് ആ സന്ദേശങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണത്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ടല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചം തരുന്ന ഒരു പുതിയ സുവർണാവസരത്തെയും അനുഗ്രഹത്തെയുമാണ്. നിങ്ങൾ കാണുന്ന ഈ ഉയർന്ന ആത്മാക്കൾ നിങ്ങൾക്ക് നമ്മുടെ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള സംരക്ഷണവും സാമ്പത്തികമോ തൊഴിൽപരമോ ആയുള്ള തടസ്സങ്ങൾ മാറ്റാനുള്ള അനുഗ്രഹങ്ങളുമാണ് ആസ്ട്രൽ തലത്തിൽ വെച്ച് നിങ്ങളുടെ കൈകളിൽ തരുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലേക്ക് ആവശ്യമായ വലിയൊരു അനുഗ്രഹവും ഭാഗ്യവും വാങ്ങി തിരിച്ചു വരാനാണ് നിങ്ങളുടെ ആത്മാവ് യാത്ര ചെയ്യുന്നത്. ഈ യാത്രകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ജഡ്ജ്മെന്റ് ആൻഡ് വേൾഡ് കാർഡ്. ഈ ജഡ്ജ്മെന്റ് കാർഡും വേൾഡ് കാർഡും ഒക്കെ വരുന്നതേ, ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോളിനെയാണ്, ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് പറയുന്നത്. ഇത് കാണിക്കുന്നത് രാത്രിയിലെ ആസ്ട്രൽ അനുഭവങ്ങൾ കാരണം നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. പഴയ നിങ്ങളല്ല ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും ലോകത്തെ നോക്കിക്കാണുന്ന രീതിയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുനർജന്മം പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം, അതായത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ ഈ അനുഭവങ്ങൾ നിങ്ങളെ ദിവസവും പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ചക്രത്തിന്റെ പൂർത്തീകരണമാണ് ഈ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത്. എന്തായാലും വേൾഡ് ടാറോയിലെ അവസാനത്തെ മേജർ ആർക്കാന കാർഡാണ്. ഇത് വിജയത്തെയും ഒരു വലിയ സൈക്കിളിന്റെ പൂർത്തീകരണത്തെയുമാണ് കാണിക്കുന്നത്. രാത്രിയിലെ യാത്രകൾ കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിലും ഇനി പരാജയപ്പെടില്ലെന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ ഈ എനർജി നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും ഈ കാർഡ് വ്യക്തമാക്കുന്നു. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കാര്യം, ഒരു കാർഡ് കൂടി നോക്കണം. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു, പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഡെവിൾ കാർഡിനെ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ യാത്രകളുടെ ഒരു തുടക്കത്തിലാണ്, ഡെവിളിനെ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിജയിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ലോവർ ആസ്ട്രൽ റലത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ഹയർ റലത്തിലേക്കാണ് നിങ്ങളുടെ യാത്രയെന്നും പറഞ്ഞു. ലോവർ റലത്തിലുള്ള ആത്മാക്കളുമായിട്ടുള്ള ഒരു ഫൈറ്റ് നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരുന്നതാണോ, ഇപ്പോഴും ഉണ്ടോ? ഡെയിലി ഈ യാത്രകൾ, നിങ്ങൾ എപ്പോഴൊക്കെ യാത്രകൾ ആസ്ട്രൽ തലത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നടത്തിയാലും അപ്പോഴൊക്കെ ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ മുതലായ കാര്യങ്ങൾ. എന്താണ് ആ ഡെവിൾ എനർജി എന്നൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, സൺ കാർഡ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 3 ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, King of Swords, Wheel of Fortune, 3 of Pentacles, 3 of Swords, 9 of Wands and Page of Swords. എന്തായാലും നമ്മൾ ഈ കാർഡുകൾ നോക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്കായി, ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം നമ്മൾ എന്തായാലും നോക്കണമല്ലോ. അത് ഒഴിവാക്കി പോരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതുകൂടി നോക്കുന്നത്. എന്തായാലും നമുക്കറിയേണ്ടത് എന്താണ് നിങ്ങളുടെ യാത്രകളെ തടസ്സപ്പെടുത്തുന്ന ആ ഡെവിൾ എനർജി എന്നതാണ്. ഇത് ആരെങ്കിലും ചെയ്ത ആഭിചാരക്രിയകളോ പിശാചുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ആണോ, അങ്ങനെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന എനർജി ആണോ എന്നതാണ് നമ്മൾ നോക്കുന്നത് ഇതിലൂടെ. ഇവിടെ കാണുന്നത്, ഇവിടെ നമുക്ക് പേജ് ഓഫ് സോർഡ്സും അതുപോലെ 9 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ടല്ലോ. ഇത് കാണിക്കുന്നത്
ഇന്നത്തെ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങളെ നിരന്തരം നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ നെഗറ്റീവ് എനർജി ഇതിന് പിന്നിലുണ്ടെന്നാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയൽ ലൈഫിൽ പേജ് ഓഫ് സോട്സ് കാണിക്കുന്നത് നിങ്ങളെ അസൂയയോടെ നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെയാണ്. നയൻ ഓഫ് വാണ്ട്സ് കൂടി വരുമ്പോൾ ഈ വ്യക്തികളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഈവിളായി കണ്ണീർ ഒരു പ്രതിരോധം പോലെ നിങ്ങളുടെ ആസ്ട്രൽ എനർജിയെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു ബാധയോ പിശാചോ അങ്ങനെയൊന്നുമല്ല. ഇത് ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യരുടെ നെഗറ്റീവ് ചിന്തകളും നിങ്ങളോടുള്ള ഈർഷ്യയുമാണെന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് സോട്സ്, അതുപോലെ ഹാങ്ഡ് മാൻ എന്നീ എനർജികൾ വന്നിട്ടുണ്ട്. ഈ കാർഡുകൾ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ആസ്ട്രൽ പോരാട്ടങ്ങൾ വിധിയുടെ ഭാഗമായിട്ട്, അതായത് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങൾ, കാർമിക് ടൈസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ യുദ്ധം ആണ് നടക്കുന്നതെന്നാണ്. ഒരു വിധിയുടെ നിർമ്മിതിയാണ് ഈ നടക്കുന്നതെന്നാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഈ നെഗറ്റീവ് എനർജിയെ തോൽപ്പിക്കേണ്ടി വരുന്നുണ്ടാകാം മിക്കവാറും. അതായത് ഇങ്ങനെ ഒരു യാത്ര, ആസ്ട്രൽ തലത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയ്ക്ക് ഈ നെഗറ്റീവ് എനർജിയെ എപ്പോഴും നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടി വരുന്നുണ്ടാകാം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഭൂതകാലത്തിലോ മുൻജന്മങ്ങളിലോ ഉള്ള ചില വേദനാജനകമായ ബന്ധങ്ങളുടെ ബാക്കി പത്രമാണ് ഈ ആസ്ട്രൽ തലത്തിലെ തടസ്സങ്ങൾ. നിങ്ങളുടെ ആത്മാവ് രാത്രിയിൽ ആ കഠിനമായ കർമ്മങ്ങൾ മുറിച്ചു മാറ്റാൻ, അതായത് കട്ടിങ് ദ കാർമിക് ടൈസ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഡെവിളിന്റെ രൂപത്തിൽ ഭയം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ശരിക്കും. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ യൂണിവേഴ്സിന്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഒരു കാവല്, പോസിറ്റീവ് എനർജിയുടെ ഒരു കാവല് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അത് കാണിക്കുന്ന കാർഡാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ആരെന്ത് നെഗറ്റീവ് ഊർജം തിരിച്ചുവിട്ടാലും നിങ്ങളെ തകർക്കാൻ അവർക്കാവില്ല. നിങ്ങൾ ആത്യന്തികമായി വിജയിക്കും എന്നാണ് ഈ സൺ കാർഡ് പറയുന്നത്. ടാരോയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കാർഡാണ് സണ്ണ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സൂര്യന്റെ വെളിച്ചത്തിന് മുന്നിൽ ഇരുട്ടിന് നിൽക്കാൻ സാധിക്കില്ല. കിങ് ഓഫ് സോട്സിനൊപ്പം നൈറ്റ് ഓഫ് സോട്സ് കൂടി വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തമായ പോരാട്ട വീര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളും ഒപ്പം നിങ്ങളുടെ സംരക്ഷകരായ ആത്മാക്കളും നിങ്ങൾക്ക് ചുറ്റും കാവലായിട്ടുണ്ട് എപ്പോഴും എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു കവചത്തിനുള്ളിൽ, ഒരു പ്രൊട്ടക്ഷനുള്ളിലാണ് നിൽക്കുന്നത്. നിങ്ങളെ അസൂയയോടെ നോക്കുന്ന ചില മനുഷ്യരുടെ നെഗറ്റീവ് ചിന്തകളും കണ്ണീറുകളും ഡെവിൾ എനർജിയായിട്ട് ആസ്ട്രൽ തലത്തിൽ നിങ്ങളുടെ യാത്രകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും അത് വേറെ തരത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഈ പോരാട്ടം കഠിനമായി തോന്നുമെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ വെളിച്ചമായിട്ടുള്ള സണ്ണ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ആത്മീയ ശക്തികളും ഗൈഡുകളും ചേർന്ന് ഈ നെഗറ്റീവ് എനർജിയെ വെട്ടിമുറിച്ച് നിങ്ങൾ വിജയം നേടുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ഈ യാത്രകൾ കൊണ്ട് നിങ്ങളുടെ ആത്മാവ് എന്താണ് ചിന്തിക്കുന്നതെന്ന് 2 ഒറാക്കിൾ കാർഡുകൾ കൂടി എടുത്ത് ഈ റീഡിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 3 ഒറാക്കിൾ കാർഡ്സ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഡെപ്ത്, കേഴ്സ്, കൺഫ്യൂഷൻ. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ കാർഡുകളെ അല്ലെങ്കിൽ എനർജീസിനെ കൂടുതൽ ശക്തമായി അടിവരയിടുന്ന ഒറാക്കിൾ കാർഡ്സ് ആണ്, എനർജിയാണ് നമുക്ക് ക്ലാരിഫിക്കേഷനായിട്ട് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ എനർജിയെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പൈൽ നമ്പർ 2 നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് അവസാനമായിട്ട് പറഞ്ഞു തരുന്നത് ഈ കാർഡുകളിലൂടെ. നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം തിരിച്ചറിയുക. കാരണം ഇവിടെ ശാപം, കേഴ്സ് ആൻഡ് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ ചില നെഗറ്റീവ് എനർജികളോ വിദ്വേഷമോ വരുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കേഴ്സ് എന്ന വാക്ക് നേരിട്ട് അർത്ഥമാക്കുന്നത് വിച്ച് ക്രാഫ്റ്റ്. കണ്ടോ, നിങ്ങൾക്ക് നേരെ ശക്തമായി വരുന്ന നെഗറ്റീവ് ചിന്താഗതി, ഒരു സൈക്കിക് അറ്റാക്ക്, ഒരു ഈവിളായി എന്നിവയാണ്. അതുപോലെ ഇവിടെ വിച്ച് ക്രാഫ്റ്റ് പറയുന്നുണ്ട്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഈ ഒരു കൂടോത്രം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെതിരെ എന്നതാണ്. ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത്
നിങ്ങളെ മാനസികമായി ബാധിക്കുമ്പോഴാണ്, ഈ എനർജി നിങ്ങളെ ബാധിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവുന്നത് പല കാര്യങ്ങളിലും. അത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒരുതരം അവ്യക്തതയും ഭയവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്നു. അത് രാത്രികാലങ്ങളിൽ മാത്രമാവണമെന്നില്ല. ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് ഈ ഡെപ്ത് കാർഡ്, അവയർനെസ്, ഇമ്പോർട്ടൻസ് ആൻഡ് വാല്യൂ എന്ന കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ശക്തിയെയും അവബോധത്തെയും തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ചെറുത്ത് നിൽക്കാൻ വേറെ ഒന്നുമല്ല വേണ്ടത്. നിങ്ങൾ ഇതിനേക്കാളും എത്രയോ മുകളിലാണ് എന്ന ഒരു വസ്തുത തിരിച്ചറിയുക. കാരണം ഈ എനർജിയെ നിങ്ങൾ എല്ലാ ദിവസവും തോൽപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ തടയാൻ മാത്രം പോകുന്നതല്ല. ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അവെയർ ആവുക. ഈ എനർജി, ഈ നെഗറ്റീവ് എനർജി താൽക്കാലികം മാത്രമാണ്. കടലിന്റെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ മൂല്യവും ആത്മീയ പ്രാധാന്യവും നിങ്ങളുടെ ഇമ്പോർട്ടൻസും നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് നേരത്തെ വന്ന സൺ കാർഡ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വലിയ ഇരുട്ടിനെയും മാറ്റാൻ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൈൽ നമ്പർ 2 നിങ്ങളുടെ റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചുറ്റുമുള്ള ചില നെഗറ്റീവ് ചിന്തകളും കണ്ണേറുകളും നിങ്ങളെ ഭയപ്പെടുത്താനും ആശയക്കുഴപ്പത്തിലാക്കാനും കൺഫ്യൂഷനിലാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥനയിലൂടെയോ മെഡിറ്റേഷനിലൂടെയോ ഒരു പോസിറ്റീവ് എനർജി ഷീൽഡ് നിങ്ങൾക്ക് ചുറ്റും തീർക്കുക. യൂണിവേഴ്സിന്റെ വലിയൊരു വെളിച്ചം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പൈൽ നമ്പർ 3 കിടക്കുകയാണ്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും പയല് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് അതിലേക്ക് ഒരു അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്കായി എന്തെങ്കിലും ഒരു എനർജി അവിടെ ഉണ്ടാകും. അതാണ് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് കാരണം. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. എല്ലാ ഫയലുകളും കാണാൻ വേണ്ടി നിർബന്ധിക്കല്ല. നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 2ന്റെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പൈൽ നമ്പർ 3 കിടക്കുകയാണ്. ഹായ്, പൈൽ നമ്പർ 3. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ റെഡ് ജാസ്പർ ആണ്. അതുപോലെ സോഡിയാക് സൈൻസ് പൈസസ്, ക്യാൻസർ, ലിയോ ആൻഡ് വിർഗോയാണ്. നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് സഞ്ചരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. ആ കാര്യത്തിനുള്ള ഉത്തരമാണ് യൂണിവേഴ്സിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. പൈൽ നമ്പർ 2നും 6 ഓഫ് വാൻസ് എന്ന കാർഡും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ ഡ്രോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 9 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഇത് പേജ് ഓഫ് സോർട്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പൈൽ നമ്പർ 3 പൈൽ നമ്പർ 2 റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ പൈൽ നമ്പർ 1 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രം അത് കണ്ടു നോക്കാവുന്നതാണ്. പൈൽ നമ്പർ 3 യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം, നിങ്ങളുടെ ആത്മാവ് എന്തായാലും സഞ്ചരിക്കുന്നുണ്ട്. അത് പക്ഷേ വളരെ ശാന്തവും സുരക്ഷിതവുമായ ഒരു മാറ്റത്തിലേക്കുള്ള യാത്രയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫൂൾ കാർഡ് നമുക്ക് സെക്കൻഡ് പൈലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അത് മറ്റൊരു തലത്തിലായിരുന്നു. ഇത്തിരി എടുത്തുചാട്ടത്തോടെയുള്ള ഒരു യാത്രയാണ് അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഈ ഫുൾ കാർഡ് കാണിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ്. യാതൊരു ഭയവുമില്ലാതെ നിങ്ങളുടെ ആത്മാവ് ഉറക്കത്തിൽ യാത്ര തിരിക്കുന്നുണ്ട്. ഇതിനൊപ്പം 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ആ യാത്ര എന്തായാലും വിജയകരമാണ്. മാത്രമല്ല, ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ഭൗതിക ലോകത്തെ അശാന്തികളിൽ നിന്നും മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി വളരെ ശാന്തവും സുരക്ഷിതവുമായ ഉയർന്ന തലങ്ങളിലേക്ക്, ഹയർ റെലംസിലേക്ക് നിങ്ങളുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ അനായാസമായി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഈ എനർജീസ് നമുക്ക് നൽകുന്ന സൂചനകൾ. പക്ഷെ ഇവിടെ പേജ് ഓഫ് സോർട്സും 9 ഓഫ് വാൻസും വന്നിരിക്കുന്നത് അല്പം ഒരു ജാഗ്രതയും പ്രതിരോധവും കാണിക്കുന്നുണ്ട്. യാത്രകൾ സുരക്ഷിതമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം കാവലും ജാഗ്രതയും ഇപ്പോഴും, അല്ലെങ്കിൽ ഈ യാത്രകൾ നടത്തുമ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പൈൽ 2 കണ്ടതുപോലെ പൈൽ 2 വലിയൊരു നെഗറ്റിവിറ്റി, ഡെവിൾ കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വലിയൊരു നെഗറ്റിവിറ്റി കാണുന്നില്ല. പക്ഷെ പേജ് ഓഫ് സോർട്സ് 9 ഓഫ് വാൻസിനോടൊപ്പം വരുമ്പോൾ
നിങ്ങളുടെ ആത്മാവിന്റെ ഒരു പ്രതിരോധ കോട്ടയെയാണ് കാണിക്കുന്നത്. ആസ്ട്രൽ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപരിചിതമായ ഊർജങ്ങളെ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കാനും നിങ്ങളെ തന്നെ സംരക്ഷിക്കാനും നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോഴും ജാഗ്രതയോടെ അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. പല എനർജീസ് ഉണ്ടാവും ഈ ആസ്ട്രൽ തലത്തിൽ. അതിലേക്കൊന്നും അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് എടുത്തു ചാടിയുള്ളൊരു യാത്രയൊന്നും അല്ല. അത് ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരു കാവൽക്കാരനെ പോലെ നിങ്ങളുടെ ആത്മാവ് ഇവിടെ അതിരുകൾ കാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. യാത്ര വിജയകരമാണ്. ഈ യാത്രകൾ നിങ്ങളുടെ അവബോധത്തെ, ഇൻറ്റ്യൂഷനെയൊക്കെ ഉണർത്തുന്നതിന്, നിങ്ങളുടെ ഉന്നതിക്കും വിജയത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. വലിയ വിജയവും സ്ഥിരതയും ഒക്കെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് ഒരുമിച്ച് വന്നിരിക്കുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ ശാന്തതയോടെയാണ് ഈ അനുഭവങ്ങളെ സ്വീകരിക്കുന്നത്. ഒരു വൈകാരിക പക്വതയാണ് ഇത് കാണിക്കുന്നത്. 6 ഓഫ് വാൻസ് വരുന്നത് വലിയൊരു വിജയത്തിന്റെ സൂചനയാണ്. ആസ്ട്രൽ ലോകത്ത് നിന്ന് നിങ്ങൾ ആത്മീയ വിജയം വരിച്ചാണ് മടങ്ങിയെത്തുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അത് കാണിക്കുന്നത് അനുഭവങ്ങൾ നിങ്ങളെ ഭൗതിക ജീവിതത്തിൽ വളരെ റിയലിസ്റ്റിക് ആയ, പക്വതയുള്ള, അതുപോലെ ഉത്തരവാദിത്വമുള്ള ഒരാളായി മാറ്റിയെടുക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് വളരെ മനോഹരമായും ശാന്തമായും രാത്രികളിൽ പുതിയ ആത്മീയ തലങ്ങളിലേക്ക് പോയി സേഫ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്, യാത്രയൊക്കെ ചെയ്ത്. അവിടെ ചില പ്രതിരോധങ്ങളും ജാഗ്രതകളും പുലർത്തുന്നുണ്ട്. അതായത് ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആത്യന്തികമായി നിങ്ങളുടെ ഉള്ളിലെ അവബോധം വളർത്താനും ജീവിതത്തിൽ വലിയ വിജയവും സ്ഥിരതയും കൈവരിക്കാനും ഈ യാത്രകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഈ എനർജീസ് നമുക്ക് നൽകുന്ന സൂചനകൾ. ഈ ആസ്ട്രൽ യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? എന്ത് സന്ദേശമാണ് നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ കോൺഷ്യസ്നെസ് കൊണ്ടുവരുന്നത്? 4 ഓഫ് വാൻസ്, ഏസ് ഓഫ് സോർഡ്സ്, 2 ഓഫ് പെന്റക്കിൾസ്, ലവേഴ്സ്, ഏസ് ഓഫ് കപ്സ്. ഈ കാർഡുകളെല്ലാം ചേർന്ന് വരുമ്പോൾ ഇത് കാണിക്കുന്നത് ആസ്ട്രൽ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു അനുഗ്രഹവും അതുപോലെ പ്രണയത്തിന്റെയും വിജയത്തിന്റെയും സന്ദേശവുമാണ്. അതായത് സ്നേഹത്തിന്റെ, പ്രണയം എന്ന രീതിയിൽ തന്നെയാണ് അത് കാണേണ്ടത്. ഏസ് ഓഫ് കപ്സും കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സന്ദേശവും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറി ചിന്തകളിൽ വലിയൊരു വ്യക്തത വരാൻ പോകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത്. സത്യത്തിന്റെയും പുതിയൊരു വെളിച്ചത്തിന്റെയും കാർഡാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്ന 2 ഓഫ് പെന്റക്കിൾസ് പോലുള്ള ഒരു അവസ്ഥയിൽ നിന്ന്, ജഗ്ലിംഗ് ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം, ക്ലാരിറ്റി ഈ സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ യാത്രകളിലൂടെ നിങ്ങളുടെ ആത്മാവ് കണ്ടെത്തുന്നുണ്ട്. എല്ലാ തടസ്സങ്ങളും വെട്ടിമുറിച്ച് മുന്നേറാനുള്ള ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു വ്യക്തത യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതുവഴി നൽകുന്നുണ്ട്. അതുപോലെ ആത്മാവിന്റെ പ്രണയവും ഡിവൈൻ കണക്ഷനുമാണ് ഈ ലവേഴ്സും ഏസ് ഓഫ് കപ്സും സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജിയുമായി ആസ്ട്രൽ തലത്തിൽ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം അതാണ്. ഏറ്റവും മനോഹരമായ ഒരു കോമ്പിനേഷനാണിത്. ലവേഴ്സിനൊപ്പം ഏസ് ഓഫ് കപ്സ് കൂടി ചേർന്ന് വന്നിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് രാത്രിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ പങ്കാളിയുടെ ആത്മാവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സോൾമേറ്റിന്റെ ആ ഒരു സോൾ കണക്ഷനുമായിട്ട് ആണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു പുതിയ ഉറവ പൊട്ടിയൊഴുകാൻ ഇത് കാരണമാവും. അതാണ് ഈ ഏസ് ഓഫ് കപ്സ് വരുമ്പോഴുള്ള ഒരു എനർജി. വലിയൊരു വൈകാരികമായ രോഗശാന്തിയും യൂണിവേഴ്സിന്റെ നിബന്ധനകളില്ലാത്ത, അതായത് ഇമോഷണൽ ഹീലിംഗും യൂണിവേഴ്സിന്റെ നിബന്ധനകളില്ലാത്ത സ്നേഹവും, അൺകണ്ടീഷണൽ ലവും നിങ്ങൾ ഇതിലൂടെ അനുഭവിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മുറിവുകൾ ഉണ്ടായത്, പാസ്റ്റ് ഹേർട്സ് എന്തെങ്കിലും, നിങ്ങൾ നിലവിലുള്ള ലൈഫിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിലൊക്കെ ഒരു ഹീലിംഗ് വരുന്നതായിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്നാണ് ഈ 4 ഓഫ് വാൻസ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയൊരു സന്തോഷവും ആഘോഷവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ 4 ഓഫ്
വാൺസ് എന്ന കാർഡ് അതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് വീട്, സുരക്ഷിതത്വം, വാഹനം അല്ലെങ്കിൽ വലിയൊരു വിജയം എന്നിവയൊക്കെ കാണിക്കുന്ന കാർഡാണിത്. നിങ്ങളുടെ ആസ്ട്രൽ യാത്രകൾ എന്തായാലും വെറുതെ അല്ല. അത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വലിയ സ്ഥിരതയും സമാധാനവും അതുപോലെ സ്നേഹവും നല്ല റിലേഷൻഷിപ്പ് ഹീലിംഗും എല്ലാം കൊണ്ടുവരുന്നതിന്റെ അല്ലെങ്കിൽ വരാൻ പോകുന്നതിന്റെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ ബാലൻസിങ് പ്രശ്നങ്ങളെല്ലാം മാറി വലിയൊരു വ്യക്തത വരാൻ പോകുന്നു എന്നത് ഉറപ്പാണ്. അതിലുപരി നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രണയവുമായും നിങ്ങളുടെ സോൾ ഫാമിലിയുമായും രാത്രിയിൽ കണക്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു സ്നേഹവും സുരക്ഷിതത്വവും സന്തോഷവും കടന്നു വരുന്നതിന്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിലവിലുണ്ടായിരുന്ന തർക്കങ്ങളോ തകർച്ചകളോ ഉണങ്ങാത്ത മുറിവുകളോ ഒക്കെ സുഖപ്പെടുന്നതിന്റെ ലക്ഷണമാണിത്. എന്തായാലും നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. എന്താണ് എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഈ ആസ്ട്രൽ യാത്രകളിൽ അല്ലെങ്കിൽ വിചിത്രമായ സ്വപ്നങ്ങളോ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളിവിടെ കണ്ടതുപോലെ നിങ്ങളുടെ സോൾമേറ്റിനെയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരെയാണ് നിങ്ങൾ കാണുന്നത് രാത്രി? Seven of Pentacles and Knight of Wands. ഈ സോൾ കണക്ഷനെ നിങ്ങൾ കാണുന്നു എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇതിനകം ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം തരാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത്. സെവൻ ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത അധ്വാനത്തിന് വേണ്ടി അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സെവൻ ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഒരാൾ അയാളുടെ കൃഷിയിടത്തിൽ വിത്തുപാകി അത് വളർന്ന് ഫലം തരാൻ കാത്തിരിക്കുന്ന അവസ്ഥയിലാണ്. ആസ്ട്രൽ തലത്തിൽ നിങ്ങളുടെ ആത്മാവ് സന്ദർശിക്കുന്നത് നിങ്ങളുടെ പൂർവികരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തിലെ നല്ല കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ കാത്തിരിക്കുന്ന ഉയർന്ന ആത്മാക്കളെയോ അതുപോലെ നിങ്ങളുടെ സോൾ കണക്ഷനെയോ സോൾ ഫാമിലിയെയോ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ഉണ്ടല്ലോ അതിനെയോ ഒക്കെയാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ വിളവെടുപ്പ് കാലമായി എന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നൈറ്റ് ഓഫ് വാൺസ് സൂചിപ്പിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ഗൈഡുകളെയും പ്രകാശജീവികളെയും കുറിച്ചുള്ള സൂചനകളാണ് ഈ കാർഡ് നൽകുന്നത്. വളരെ ഉയർന്ന എനർജിയുള്ള സാഹസികരായ സ്പിരിറ്റ് ഗൈഡുകൾ, അതായത് ഒരു ഫെയറി പാഷനേറ്റ് സ്പിരിറ്റ് ഗൈഡ്സ്, അവരെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നൈറ്റ് ഓഫ് വാൺസ് എന്നത് അതിവേഗത്തിലുള്ള യാത്രയെയും ഫയർ എനർജിയെയും കാണിക്കുന്നു. ആസ്ട്രൽ ലോകത്ത് നിങ്ങളെ നയിക്കാൻ വളരെ ആവേശഭരിതരും ശക്തരുമായ ചില ഗൈഡുകൾ അല്ലെങ്കിൽ കാവൽ മാലാഖമാർ, അദൃശ്യ ശക്തികൾ വരുന്നുണ്ട്. അവർ നിങ്ങളുടെ ആത്മാവിനെ പുതിയ ഡയമെൻഷനുകളിലേക്ക് വളരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ജീവിതത്തിൽ എങ്ങനെ ധൈര്യത്തോടെ മുന്നേറണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയൽ നമ്പർ 3, നിങ്ങളുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ കണ്ടുമുട്ടുന്നത് നിങ്ങളെ നയിക്കാൻ കാത്തിരിക്കുന്ന വളരെ വേഗതയുള്ള എനർജിയുള്ള സ്പിരിറ്റ് ഗൈഡുകളെയാണ്. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളെക്കുറിച്ചും ആത്മീയ വളർച്ചയെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ വഴികാട്ടൽ നൽകുന്ന പൂർവികരെയും അതോടൊപ്പം നിങ്ങളുടെ സോൾ ഫാമിലിയെയും ട്വിൻ ഫ്ലെയിമിനെയും എല്ലാം നിങ്ങൾ അവിടെ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ഡെയിലി ജീവിതത്തെ ഈ യാത്രകൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, നിലവിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആത്മാവ് പോകുന്നു, ആളുകളെ കാണുന്നു, ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രകടമാണോ? കമ്മിറ്റ്മെന്റ് നമ്മളിവിടെ കണ്ടല്ലോ. നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പ് എനർജി കണ്ടു കഴിഞ്ഞു. അത് വരാൻ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നെ ഇവിടെ കാണുകയാണല്ലോ. റിയലൈസേഷൻ, കോൺഫ്ലിക്റ്റ്, ഡിസ്റ്റൻസ്. നമ്മുടെ ടാരോ കാർഡ്സുകളുമായിട്ട് ഈ ഒറാക്കിൾ കാർഡ്സ് കൃത്യമായിട്ട് എനർജി തലത്തിൽ ഒത്തുപോകുന്നുണ്ട്. അതായത് ഈ രാത്രികാല യാത്രകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ, അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അതായത് പോസിറ്റീവായിട്ട് ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് അതിൽ നിന്നും ഒരു അന്തിമ സന്ദേശം എന്താണ് എടുക്കേണ്ടത്, എങ്ങനെയാ ഈ രാത്രികാല യാത്രകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിനെ, ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ഈ എനർജീസിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അനുഭവപ്പെടുന്നതെന്നും ഒക്കെ ഒന്ന്
കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒറാക്കിൾ കാർഡ് എടുത്തിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ചില അകൽച്ചകളെയും തടസ്സങ്ങളെയും മാറ്റിയെടുക്കാൻ ഈ ബന്ധങ്ങൾ, ഈ അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. ഈ ആസ്ട്രൽ കണക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാർഡുകൾ വന്നപ്പോൾ നമ്മൾ അത് കണ്ടതാണ്. ആ ഒരു ഹീലിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ആസ്ട്രൽ യാത്രകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റൻസും കോൺഫ്ലിക്റ്റും കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒരു സെപ്പറേഷനോ അകൽച്ചയോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാകാം എന്നാണ്. രാത്രികാലങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് നടത്തുന്ന ആസ്ട്രൽ യാത്രകൾ ഭൗതിക ലോകത്തുള്ള ഈ ബ്ലോക്കുകളെയും കൺഫ്യൂഷനെയും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ ഈ സോൾ കണക്ഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നിലവിലുള്ള പാർട്ട്ണറുമായിട്ടാണെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ട്, ആ ആത്മാവുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രശ്നങ്ങളെന്ന് അവിടെ വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ അവബോധത്തിൽ അത് വരുന്നില്ല, നമ്മുടെ ഓർമ്മയിൽ അത് ഇല്ല എന്ന് മാത്രം. ഇത് ഈ ആസ്ട്രൽ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇതിൽ കാണുന്നത്. വലിയൊരു തിരിച്ചറിവും ആത്മീയ ഉണർവും ഇതിലൂടെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അത്തരം തോന്നലുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങളും പുതിയ തിരിച്ചറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ റിയലൈസേഷൻ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ബൾബ് പോലെ ചില ആത്മീയ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. കണ്ടോ, നല്ലൊരു പ്രകാശം, നല്ലൊരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന സത്യങ്ങൾ ഈ സ്വപ്ന അനുഭവത്തിലൂടെ അല്ലെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാകുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്ന ബോധം പകൽ സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രപഞ്ചം തരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുമുണ്ടാകാം. അതായത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അവേക്കനിങ് അതെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഉയർന്ന കമ്മിറ്റ്മെന്റിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇവിടെ അതാണ് കാണിക്കുന്നത്. മാരേജ് എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രതിബദ്ധത നിങ്ങൾ ദൃഢമാക്കുക എന്നാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ലവേഴ്സും 4 ഓഫ് വാണ്ട്സും ഒക്കെ. അതിന് ശരിവെക്കുന്ന കാർഡാണ് ഈ കമ്മിറ്റ്മെന്റ് കാർഡ്. നിങ്ങളുടെ ബന്ധങ്ങളിലെ തടസ്സങ്ങൾ മാറി വലിയൊരു സുരക്ഷിതത്വത്തിലേക്കും സന്തോഷത്തിലേക്കും, അതായത് മാരേജിലേക്കോ അല്ലെങ്കിൽ നിലവിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറി അങ്ങനെ ഒരു നല്ലൊരു ശാന്തിയിലേക്ക്, ഒരു സമാധാനത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നതിന്റെ വലിയൊരു സൂചനയാണിത്. ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നതായിട്ടും കാണാം. അല്ലെങ്കിൽ കുടുംബത്തിൽ നിലവിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്, മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ് എങ്കിൽ, മാരീഡ് ആണെങ്കിൽ ലൈഫിൽ ഒരു നല്ലൊരു ആഘോഷവും ഒത്തുചേരലും ഒക്കെ ഉണ്ടാവാം. മാരീഡ് അല്ലെങ്കിൽ നിലവിൽ കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്ന ആളുകളാണ്, പക്ഷെ മാരീഡ് അല്ലെങ്കിൽ മാരേജിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. തർക്കങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരുമിച്ച് ചേരലൊക്കെ ഉണ്ടാകും എന്നതാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനോട് തന്നെ വിശ്വസ്തത പുലർത്തുക എന്നതാണ് നിങ്ങൾക്കുള്ള പ്രധാന സന്ദേശം. നിങ്ങളോട് നിങ്ങൾ വിശ്വസ്തത, സത്യസന്ധത പുലർത്തുക. അപ്പോൾ ഫയൽ നമ്പർ 3, നിങ്ങളുടെ ജീവിതത്തിലെ താൽക്കാലികമായ പ്രശ്നങ്ങളും അകൽച്ചകളും കണ്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. രാത്രികാലങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് ആസ്ട്രൽ ലോകത്തേക്ക് പോയി യാത്ര ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ തിരിച്ചറിവുകൾ കൊണ്ടുവരാനും നിങ്ങളുടെ ഡിവൈൻ കണക്ഷനുകളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനും വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ യാത്രകൾ, അതിനുവേണ്ടിയാണ് ആ എഫേർട്ട്. യൂണിവേഴ്സിന്റെ വലിയൊരു അനുഗ്രഹവും സുരക്ഷിതത്വവും എന്തായാലും നിങ്ങളുടെ എല്ലാ കമ്മിറ്റ്മെന്റ്സിലും ഉണ്ടാകും. ഈ യാത്രയെ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി എടുക്കാവുന്നതാണ്. ബൈ.